ഇത് എന്റെ കുടുംബാംഗങ്ങൾ, അമ്മ, സഹോദരങ്ങൾ. അപ്പൊ ഇത് വന്ന കാര്യത്തിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം അല്ലേ? ചങ്കു, ഈ സദ്യ കഴിച്ചിട്ട് എത്ര നാളായി? നീ എന്നെ വിളിച്ചോണ്ട് വന്ന് സദ്യ തന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇത്രയും മനോഹരമായ സദ്യ കഴിച്ചിട്ട് നീ എന്താ ഉണ്ടായിരിക്കുന്നു? കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞോണ്ട്. നല്ല നല്ല സദ്യയായിരുന്നു, നല്ല അച്ചാറ്, ഇത് നല്ല ഉച്ചറ. ഇതൊക്കെ വെച്ചാൽ ഓണത്തിനല്ലേ പറ്റത്തുള്ളൂ. ഓണം ഇല്ലാമെങ്കിൽ ഇതൊക്കെ കിട്ടുമോ? ഇല്ല. നല്ല വല്ല കല്യാണത്തിനോ? നമ്മളീ കടത്തന്നെ കിടക്കുന്നതിന് നമുക്ക് ഓണം ചങ്ങലാൻ്റെ കിട്ടും. അതുകൊണ്ട് നിന്നെ എനിക്ക് ഇഷ്ടമാണ്. ഇവിടെ എങ്ങനെയുണ്ട്? സ്ഥലമൊക്കെ ഉണ്ടോ? സ്ഥലം കുറച്ചുണ്ട്. അവിടെ എന്താ കൃഷി വല്ലതും ഉണ്ടോ? കൃഷിയില്ല, ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ. ആര് പറഞ്ഞു? ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, നമുക്ക് സംസാരിക്കാം. കൃഷിയെ സംബന്ധിച്ച് ഞാൻ സംസാരിക്കാം. ഞാൻ ആഹാരം കഴിയും. നമുക്ക് ആ വയലിലോട്ടൊന്ന് പോവാം. ശങ്കു, അടിപൊളി ഭക്ഷണമായിരുന്നു. എത്ര നാളായെന്നറിയാം ഇത്രയും ഭക്ഷണം ഒന്ന് കഴിച്ചിട്ട്. ഇനി നമുക്ക് ആ വയലിലോട്ടൊന്ന് പോയാലോ? അവിടെ അങ്ങോട്ടാ. വയലെവിടാടാ? ഇവിടെ അടുത്താ, ഇങ്ങനെ പതുക്കെ ഇറങ്ങി പോണം. ചെളിയുണ്ടോടാ? ചെളിയൊക്കെ ഉണ്ടോ? ചെളിയുണ്ട്. ചെളി കാരണമുള്ള ബുദ്ധിമുട്ടുകളാ. ചെളി ഇതൊക്കെ വയല് ഭയങ്കര കാട് പിടിച്ച് കിടക്കാന്നല്ലോ. അത് ഞാനിവിടെ ആരെയും ജോലിക്ക് നിർത്തത്തില്ലല്ലോ. അതെന്താ? അല്ല, ഭയങ്കര കൂലിയല്ലേ, 2000 രൂപയൊക്കെ ചോദിക്കും. ഒരാൾക്കോ? അങ്ങനെയൊക്കെ ഇവിടെ 2000. നമുക്ക് ബംഗാളികളെ വിളിച്ച് നടത്തിക്കൂടായിരുന്നു? അവന്മാരെടുത്തിട്ട് അടിക്കും. അവന്മാരടിക്കുന്നതിന് എല്ലാവരും പൈസയല്ലേ മാമ? എടാ, പൈസ ഒന്നും ഒരു വിഷയമല്ലടാ. 1000, 500, 600 കൊടുത്താലേ ബംഗാളികളെ കിട്ടത്തില്ലേ? ബംഗാളികളെ കൊണ്ടുവന്നേ ചെയ്യിച്ച നല്ല ഇത് കിട്ടത്തില്ലേ? കാടാണല്ലോടാ ഇവിടെ എല്ലാം. ഇത് ഒന്ന് വൃത്തിയാക്കത്തില്ല ഞാൻ. വൃത്തിയാക്കാതിരുന്നാലേ ഇവിടൊക്കെ പാമ്പൊക്കെ കേറത്തില്ല. ഇവിടെ അത് കേറും. പാമ്പൊക്കെ കയറിയ ഇവിടെ എല്ലാം കടിച്ചു പറിക്കത്തില്ലേ? നമ്മളെ കൊല്ലത്തില്ലേ? കൊല്ലാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കൊല്ലാനുള്ള സാധ്യതയില്ലേ? ഈ കാട്ടിനകത്തൊക്കെ പാമ്പുണ്ടോ ഇല്ലെന്ന് എങ്ങനെ അറിയാം? എടാ, നല്ലൊരു ഓട പോലെ ആണല്ലോടാ. നല്ല ഉറവ. ഇത് എവിടെ നിന്ന് വരുന്നേടാ? ഇത് അരുവിന്ന് വരുന്നേ. ഏത് അരുവിന്ന്? ഇവിടെ ഒരു അരുവിയുണ്ട് അടുത്ത്. ആണോ? എടാ, ഇത് നമുക്ക് ഇത് കെട്ടി. എടാ, ഇത് കെട്ടിയടാ. എടാ, ഈ വെള്ളം, ഇത്രയും മനോഹരമായ വെള്ളം ഉണ്ടായിട്ടേ, എടാ ഇത് തടയണ കെട്ടിക്കൂടാടാ? തടയണയോ? എന്തുവല്ല വെള്ളമാടാ. ഈ തടയണ കെട്ടിയിട്ടേ നമുക്ക് മത്സ്യകൃഷി നടത്താവിടാ. ഇവിടെയോ? ഈ വെള്ളം ഒഴുകി അവിടെ പോയിട്ടേ അവിടെ റൗണ്ട് ഉണ്ടാക്കണം. റൗണ്ട് ഉണ്ടാക്കി ഒരു തടയണ ഉണ്ടാക്കണം. തടയണ ഉണ്ടാക്കിയിട്ട് മത്സ്യകൃഷി നടത്തണം. ഈ മത്സ്യകൃഷി നടത്തിയാൽ സംസ്ഥാന സർക്കാരിൽ നിന്നും ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടും മത്സ്യകൃഷിക്ക്. നീ ഈ കാടും പിടിച്ച് ഈ ഇങ്ങനെയൊക്കെ കൊണ്ട് നടക്കാതെ വല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടടാ ചങ്കു. നീ കുറച്ച് മത്സ്യകൃഷി നടത്ത്. മത്സ്യകൃഷി നടത്തിയാൽ ഞാൻ നമ്മുടെ ആഫീസർമാരെ കണ്ടിട്ട് നിനക്ക് വേണ്ടുന്ന ലോൺ ഞാൻ റെഡിയാക്കി തരും. പൈസ എല്ലാം കൊടുക്കണമായിരിക്കും. പൈസ ഒന്നും വേണ്ട. ഞാൻ ചെന്ന് പറഞ്ഞ പൈസ ഒന്നും വേണ്ട. കടത്തിനെ കിടന്നാലും ഉണ്ടല്ലോ, ഞാനൊരു പഴയ രാഷ്ട്രീയക്കാരനാ. അതറിയാം. അപ്പൊ ഞാൻ അവിടെ ചെന്നാലൊന്നും അമ്മാരൊന്നും എന്റെ പൈസ മേടിക്കത്തില്ല. ഇത് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ആനുകൂല്യങ്ങളല്ലേ? നിനക്കൊരു വെറുതെ ഇങ്ങനെ നിൽക്കേണ്ട കാര്യമുണ്ടോ? വേണ്ട. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇവിടെ ഈ വാഴയൊക്കെ, ഇവിടെ വാഴ കൃഷി ചെയ്തുകൂടാടാ? ഇവിടെ ഇത്രയും നല്ല മനോഹരമായ ഒരു സ്ഥലം ഉണ്ടായിട്ട്. എന്നാ പിന്നെ മുട്ടായി അമ്മാൻ ഇതൊക്കെ ഉറങ്ങിയാ പോരായിരുന്നോ? മുട്ടായി മാവന് സ്ഥലം വല്ലതും ഉണ്ടോടാ? ഇല്ലേ? ഒന്നുമില്ല. ഉണ്ടെങ്കിൽ ഞാനത് ചെയ്യത്തില്ലേ? ഞാനിവിടെ കടത്തണ്ണെ കിടക്കുന്നത് എനിക്കെന്തുവാടാ? എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ആരെങ്കിലും ഒക്കെ വേണ്ടേ? വേണം. അതുകൊണ്ട് ഞാൻ ചങ്കുവിന്റെ അടുത്ത് പറഞ്ഞതാ. അത്രേ ഉള്ളൂ. ചങ്കു ഇത് ചെയ്താൽ ചങ്കുവിനൊരു ജീവിതമായി. ചങ്കുവിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ചെറിയ ജീവിതം അല്ല. ചങ്കുവിന് മത്സ്യകൃഷി ചെയ്താൽ ആ മത്സ്യങ്ങളൊക്കെ ആളുകളൊന്നും മേടിക്കത്തില്ലേ? ഈ പച്ചക്കറി കൃഷി ചെയ്താൽ പച്ചക്കറി ആളുകളൊന്നും മേടിക്കത്തില്ലേ? അത് ചങ്കുവിന് ഗുണമല്ലേ? അപ്പൊ അത് ചങ്കു ചെയ്യണമെന്നാ പറഞ്ഞത്. അല്ല, എനിക്കിതൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ ഞാനത് ചെയ്യത്തില്ലേ? എനിക്ക് സ്ഥലമില്ലടാ. അനാഥനായവൻ എന്തുവാടാ? ഞങ്ങളുണ്ട്. അത്രേ ഉള്ളു.